ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കറിയാം, ഇപ്പോഴുള്ള പ്രിലിംസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ് NCERT പാഠപുസ്തകങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പരീക്ഷയിൽ നമുക്ക് NCERT പാഠപുസ്തകത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള NCERT പാഠപുസ്തകത്തിൽ ഒരു ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. കൃത്യമായിട്ട് അത് പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഒബ്ജക്റ്റീവ് രീതിയിലാണ് കാര്യങ്ങൾ പരിചയപ്പെട്ടു പോകുന്നത്. നോക്കിയാലോ, ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതാ ചോദ്യം ശ്രദ്ധിച്ചോ. ഒന്നാമത് ചോദ്യം ഇതാണ്: ഒരു നദീതടത്തെ മറ്റൊരു നദീതടത്തിൽ നിന്നും വേർതിരിക്കുന്ന ഉയർന്ന പ്രദേശത്തെ എന്താണ് വിളിക്കുന്നത്? അപ്പോൾ ഒരു നദീതടത്തെ മറ്റൊരു നദീതടത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഉയർന്ന പ്രദേശം, ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ജലവിഭജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡ്. ജലവിഭജകം എന്ന് പറയാം. കിട്ടിയോ? ഓർത്ത് വെച്ചോളണേ, പേരെന്താ? ജലവിഭജകം. കിട്ടും. നെക്സ്റ്റ് അടുത്തായിട്ട്, ഇന്ത്യയിലെ നദീതടങ്ങളെ എത്ര വിഭാഗങ്ങളായാണ് തരംതിരിക്കുന്നത്? ഇന്ത്യയിലെ നദീതടങ്ങളെ എത്രയായി തരംതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ അകത്ത് 2, 3, 4, 5. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരം 3 അതായത് 3 തരംതിരിക്കുമ്പോൾ ഒന്നാമത്തെ വിഭാഗം ഇതാണ്, പ്രധാന നദീതടങ്ങൾ എന്ന രീതിയിൽ വിളിക്കാം. രണ്ടാമതാണെങ്കിൽ അതാണ് സാമാന്യം വിസ്തൃതിയുള്ളവ എന്ന രീതിയിൽ. അതേപോലെ തന്നെ ചെറുനദികൾ. ഇങ്ങനെയാണ് ഇന്ത്യയിലെ നദീതടങ്ങളെ 3 തരംതിരിക്കുന്ന ആ രീതി. ഓർത്ത് വെച്ചോളണം, പ്രധാന നദികൾ, സാമാന്യ വിസ്തൃതിയുള്ളവ, ചെറു നദീതടങ്ങൾ. കിട്ടുമല്ലോ? ഓക്കെ, സിമ്പിൾ ഫാക്റ്റ് ആണ്. അപ്പം 3 തരംതിരിക്കുന്നു എന്ന രീതിയിൽ ഓർത്ത് വെച്ചോളാം. അടുത്ത കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദീതടങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് 20,000 ചതുരശ്ര കിലോമീറ്ററിന് മുകളിലാണ്. അപ്പോൾ വലിയ നദികളായിരിക്കില്ലേ അത്. അപ്പോൾ അതിനെന്ത് വിളിക്കാം? നമുക്ക് അതിന് പ്രധാന നദികൾ എന്ന രീതിയിൽ വിളിക്കാം. എന്താണ്? പ്രധാന നദികൾ എന്ന് വിളിക്കുക. എത്ര ചതുരശ്ര കിലോമീറ്ററിന് മുകളിൽ? 20,000 അല്ലെ? 20,000 ചതുരശ്ര കിലോമീറ്ററിന് മുകളിലാണ് എന്ത് വിളിക്കുക? പ്രധാന നദീതടങ്ങൾ എന്ന് വിളിക്കേണ്ടത്. കിട്ടിയോ? അതാണ് പ്രധാന നദീതടങ്ങൾ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിലെ എത്ര ശതമാനം നദീതടങ്ങളാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകിയെത്തുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത്? ഓക്കെ, ആൻസേഴ്സിലെ ഓപ്ഷൻസ് ഞാൻ വായിച്ചു പോകുന്നില്ല വെറുതെ. അതിൻ്റെ ആൻസർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ ഭൂരിഭാഗം നദികളും എങ്ങനെയാണ് ഒഴുകുന്നത്? കിഴക്കോട്ട് തന്നെയാണ് ഒഴുകുന്നത് അല്ലേ? കിഴക്കോട്ട് ഒഴുകുക എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര, ഗംഗ, അതേപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഈ നദികളൊക്കെ എങ്ങോട്ടേക്ക് ഒഴുകുന്നു? അതെല്ലാം കിഴക്കോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക്? ബംഗാൾ ഉൾക്കടലിലേക്ക് വന്ന് പതിക്കുന്ന നദികളാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ? ഇന്ത്യയിൽ ഭൂരിഭാഗം നദികളും എങ്ങോട്ടേക്ക് തന്നെ? ബംഗാൾ ഉൾക്കടലിലേക്ക് തന്നെ വന്ന് പതിക്കുന്നു എന്നുള്ള ധാരണ വരുത്തിക്കൂടാ. അതേപോലെ തന്നെ ഓർത്തി വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളെ പടിഞ്ഞാറായിട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ അറബിക്കടൽ പതിക്കുന്ന ആ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ സിന്ധു ഉണ്ട് അല്ലെ? സിന്ധു എന്ന നദി അറബിക്കടൽ പതിക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നർമ്മദ എന്നുള്ള നദി പതിക്കുന്നുണ്ട്. അതേപോലെ തന്നെ താപ്തി എന്നുള്ള നദി പതിക്കുന്നുണ്ട്. ഇത്രയും നദികളാണ് പ്രധാനപ്പെട്ട നദികളിൽ അറബിക്കടൽ പതിക്കുന്നത്. അതല്ലാതെ ഉണ്ടല്ലേ, നമ്മുടെ കേരളത്തിൽ തന്നെ 44 നദികളിൽ 41 നദികളും എങ്ങോട്ടേക്ക് തന്നെയാണ്? അറബിക്കടലിൽ തന്നെയാണ് പതിക്കുന്നത്. അതല്ലാതെയും ചെറിയ ചെറിയ നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകിയിട്ട് അങ്ങോട്ടേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യമാണ്, എത്ര ശതമാനം നദികൾ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 77%. കിട്ടി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാ, വറ്റാത്ത നദികൾ എന്ന് വിളിക്കപ്പെടുന്നത് ഏത് നദീവ്യവസ്ഥകളെയാണ്? നദീവ്യവസ്ഥയിലെ നദികളെയാണ്. അപ്പോൾ വറ്റാത്ത നദികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വെള്ളമുള്ള നദികൾ. ഒരുപക്ഷെ അതിൻ്റെ ടേമായിട്ട് ഇങ്ങനെ ചോദിക്കാട്ടോ, പെരിണിയൽ റിവേഴ്സ് എന്നറിയപ്പെടുന്നത് ഏത് നദികളെയാണെന്ന്. അപ്പോൾ പെരിണിയൽ നദികൾ എന്ന് പറഞ്ഞാൽ വറ്റാത്ത നദികളാണെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചോളാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഉപദ്വീപ്യൻ നദികൾ മൺസൂൺ കാറ്റിനെ ആശ്രയിച്ചുകൊണ്ട് ജലം ഒഴുകുന്ന രീതിയിലാണല്ലോ ഏതുണ്ടാവുന്നത്? ഉപദ്വീപ്യൻ നദികൾ. അപ്പോൾ അതല്ല ആൻസർ എന്തായാലും. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ഹിമാലയൻ നദികൾ വരുന്ന എവിടുന്ന? ഹിമാലയത്തിൽ നിന്നാണ്. അപ്പോൾ അത് മഴക്കാലത്തായാലും മഞ്ഞുകാലത്തായാലും വേനൽക്കാലത്തായാലും എല്ലാം വെള്ളം എത്തിക്കുന്ന നദിയാണ്. കാരണം എന്താ? വേനൽക്കാലത്ത് മഞ്ഞൊക്കെ ഒരുങ്ങുന്ന രീതിയിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും വെള്ളം ഉണ്ടാകുന്ന നദികളാണ് ഏത്? ഹിമാലയൻ നദികൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, അതിൻ്റെ പേരാണ് എന്ത്? പെരിണിയൽ റിവേഴ്സ്. ഓക്കെ, അതായത് വറ്റാത്ത നദികൾ. ഓർക്കൂല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പുരാതന കാലത്ത് ഹിമാലയത്തിന് സമാന്തരമായി ഒഴുകിയിരുന്ന വലിയ ഹിമാലയൻ നദിയായി കരുതപ്പെടുന്നത് ഏതാണ്? അതായത് ഹിമാലയ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഏതായിരുന്നു നദി ഉണ്ടായിരുന്നത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്,
ഓപ്ഷൻസിൽ ഇന്തോ ബ്രഹ്മ നദിയുണ്ട്, അതേപോലെ തന്നെ തെദിസ് നദിയുണ്ട്, സത്ലജ് നദിയുണ്ട്, യമുന നദിയുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടേണ്ട കാര്യം എന്താ? ഈ സത്ലജ് ഒക്കെ എന്താണ്? നമ്മുടെ ഹിമാലയൻ നദികൾ ഉൾപ്പെടുന്നതാണ്. സിന്ധുവിന്റെ പോഷക നദിയായിട്ട് വരുന്ന നദിയാണ്. ഹിമാലയൻ രൂപം കൊണ്ടതിന് ശേഷമാണ് രൂപം കൊണ്ടത്. അതെന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ പറ്റും. അതല്ല എന്തായാലും. ഓക്കെ, യമുന എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഹിമാലയത്തിൽ തന്നെ ഉത്ഭവിക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത് അല്ല. അപ്പോൾ ആ നദിയൊന്നും അല്ല. പിന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് തെദിസ് പ്രാചീന കാലത്തുണ്ടായിരുന്ന ഒരു ബൃഹത് സമുദ്രം, അതാണ് പന്തലാസ എന്ന് പറയുന്ന ബൃഹത് സമുദ്രം. ഓക്കെ, ആ ബൃഹത് സമുദ്രം അതേപോലെ തന്നെ ഒരു വൻകര പാൻജിയ, അങ്ങനെ ആ പാൻജിയ വൻകര പൊട്ടിപ്പിളർന്ന സമയത്ത് ആ പന്തലാസ ആ സമുദ്ര വൻകര ഭാഗത്തിന് ഇടയിലൂടെ ഒഴുകിയ സമയത്താണ് ഏതുണ്ടായത്? തെദിസ് സമുദ്രം ഉണ്ടായത്. അപ്പോൾ ആ നദി അല്ല എന്തായാലും. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ നദി എന്ന് പറയുന്നത് ഇന്തോ ബ്രഹ്മ നദി എന്ന രീതിയിലാണ് പാഠപുസ്തകത്തിൽ പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് റെയർ ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ശിവാളിക് നദി. എന്താണ്? ശിവാളിക് നദി എന്ന രീതിയിൽ വിളിക്കാം. പാഠപുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇന്തോ ബ്രഹ്മ നദി എന്ന രീതിയിലാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. തെദിസ് നദിയുടെ അടിത്തട്ട് ഉയർന്നു വന്നിട്ടാണ് ഹിമാലയൻ രൂപം കൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊരു നദിയായിട്ട് അവിടെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അവിടെ മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ഇന്ത്യയിലുണ്ടായിരുന്ന നദിയായിട്ട് കണക്കാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. നദിയായിട്ട് തന്നെ കണക്കാക്കാം, നദിയായിട്ടും കടലായിട്ടും ഒക്കെ പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കി വെക്കുക? ആ സമയത്ത് ഇന്ത്യയുടെ ഹിമാലയന്റെ ആ ഭാഗത്തായിട്ടുണ്ടായിരുന്ന നദിയാണ് ഏത്? ഇന്തോ ബ്രഹ്മ നദി എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്ത് പോകേണ്ടത്. കിട്ടിയല്ലോ? അടുത്ത കാര്യം ഇതാണ്. ലഡാക്കിലും സസ്കറിലും ആഴമുള്ള ഗിരിഗന്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ സന്ധികൾ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, സൃഷ്ടിച്ചുകൊണ്ട് ഒഴുകുന്ന ഹിമാലയൻ നദി ഏതാണ്? അപ്പോൾ ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ലഡാക്കിലും സസ്കറിലും. അപ്പോൾ ആ ഭാഗത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ലഡാക്ക് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഈ ഭാഗത്തായിട്ടാണ് ലഡാക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ലഡാക്കിലൂടെ ഒക്കെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി ഏതാ? ഇതിലൂടെ തന്നെ ഒഴുകുന്ന ഒരു നദിയില്ലേ? അതാണ് സിന്ധു നദി അല്ലേ? ലഡാക്കിലൂടെ ഒഴുകുന്ന നദി സിന്ധു നദിയാണ്. ആ ഭാഗത്ത് ഗിരിഗന്ധരങ്ങൾ അല്ലെങ്കിൽ ഗോർജസ് സൃഷ്ടിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു നദി തന്നെയാണ്. അപ്പോൾ ആൻസർ എന്താ? സിന്ധു നദി. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ നദികളൊക്കെ ഗംഗ ആയിക്കോട്ടെ, ബ്രഹ്മപുത്ര ആയിക്കോട്ടെ, യമുന ആയിക്കോട്ടെ, എല്ലാം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗിരികന്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള താഴ്വാരങ്ങളാണ്. ആ രീതിയിൽ വെള്ളങ്ങൾ ഒഴുകുന്ന സമയത്ത് ശക്തിയായിട്ട് ഒഴുകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? താഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്, വാലീസ് ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള കുത്തനെയുള്ള താഴ്വരകളെയാണ് എന്ത് വിളിക്കുന്നത്? ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ഗിരിസന്ധികൾ അല്ലെങ്കിൽ ഗോർജിയസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ലഡാക്ക് ഭാഗത്തുണ്ടാക്കുന്ന ആരാ? സിന്ധു എന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയൊന്നും ആ ഭാഗത്തിലൂടെ ഒഴുകുന്നില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? സിന്ധു എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, കൺസെപ്റ്റ് കിട്ടിയില്ല? നെക്സ്റ്റ്, സിന്ധു നദിയുടെ ഇന്ത്യയിലെ ആകെ നീളം എത്രയാണ്? ഇന്ത്യയിലെ ആകെ നീളമാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, സിന്ധുവിൻ്റെ മൊത്തം നീളമായിട്ട് നമ്മൾ 2880 എന്നുള്ളൊരു ലെങ്ത് പഠിച്ചോളണം. ഓക്കെ, അത് SCERT കണ്ടന്റ് ആണ്. SCERTയിലാണ് അങ്ങനെ പരാമർശിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് വിക്കിപീഡിയയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് 3780 കിലോമീറ്റർ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടേണ്ട കാര്യം, നമുക്ക് വേണ്ടത് അതല്ല, ഇന്ത്യയിലുള്ള നീളം അല്ല, മൊത്തത്തിലുള്ള നീളം അല്ല ചോദിച്ചേക്കുന്നത്, ഇന്ത്യയിലെ ആകെ നീളമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം കിട്ടേണ്ട കാര്യം ഇതാ 1114 കിലോമീറ്റർ. അതാണ് സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എന്ന രീതിയിൽ NCERT പാഠപുസ്തകത്തിൽ പറയുന്നത്. അതല്ലാതെ SCERT കണ്ടന്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എന്ന രീതിയിൽ, അതായത് ലഡാക്കിലൂടെ ഒഴുകുന്ന നീളം എന്ന രീതിയിൽ 709 കിലോമീറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് നമ്പർ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇത് NCERT കണ്ടന്റ് ആണ്. ഒരുപക്ഷെ ഇതായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. ആ ഓപ്ഷൻ അതുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തോളാം. അതേപോലെ തന്നെ അടുത്ത നീളം, ഏതിൻ്റെ നീളം? ഗംഗയുടെ ലെങ്ത് ആണല്ലേ. അടുത്ത ലെങ്ത് 1465. അത് ഏതിൻ്റെ ലെങ്താ? ഗോദാവരി നദിയുടെ ലെങ്ത് ആണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ കിട്ടേണ്ട കാര്യം എന്താ? ഇവിടെ നമുക്ക് ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളമാണ് ചോദിച്ചേക്കുന്നത്. സിന്ധുവിൻ്റെ നീളമാണ് 1114 NCERT പാഠപുസ്തകത്തിൽ പറയുന്നത്. SCERTയിൽ അത് 709 ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളാം. ബാക്കിയുള്ള ലെങ്ത് ഒക്കെ ഏതിൻ്റെ ഒക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രയും നീളങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീളമാണ്. 1465 പറഞ്ഞത് ഗോദാവരിയുടെ നീളമാണ്. കൃഷ്ണ 1400, ഗോദാവരി 1465, ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, SCERTയിലെ ഈ കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, സിന്ധു നദി ടിബറ്റിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദിയുണ്ട്. അതേതാ? സാങ്പോ എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അതേപോലെ തന്നെ ദിബാങ് ദിഹാങ് എന്നൊക്കെ രീതിയിലൊക്കെ
അത് ബ്രഹ്മപുത്രയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പേരുകളാണ് അല്ലേ. പക്ഷെ അതേപോലെ തന്നെ കാളിഗംഗ, കാളി എന്ന് പറയുന്ന നദിയുണ്ട്, കാളിഗംഗ എന്ന രീതിയിലൊക്കെ നദികളുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ പറയുന്ന പേര് ഇതാണ്, സിംഗി ഗംബാൻ. സിംഗി ഗംബാൻ എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ടിബറ്റില് സിന്ധു നദി അറിയപ്പെടുന്ന പേരാണെന്ത്? സിംഗി ഗംബാൻ. കിട്ടിയല്ലോ, ആ പേരൊന്ന് ഓർത്ത് വെച്ചോളിന് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാര്യം, ക്വസ്റ്റ്യൻ നോക്കിയേ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഓക്കെ, ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ സിന്ധുവിൻ്റെ പോഷാദിയാണ്. സിന്ധുവിൻ്റെ പോഷാദികളിൽ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ചിനാബ് കേട്ടോ. ചിനാബ് ബിഗ്, ചിനാബ് ബിഗ് എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളാം. കേട്ടേ. നെക്സ്റ്റ്, ചന്ദ്രഭാഗ എന്നീ രണ്ട് അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണ് എന്നാണ് ചോദ്യം. ചന്ദ്രഭാഗ എന്നീ രണ്ട് അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതെന്നാണ് അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളെ ചിനാബ് നദിയില്ലേ, അത് ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രഭാഗ. അതാ ഉത്ഭവിക്കുന്നത് രണ്ട് നദികൾ കൂടി ചേർന്നിട്ടാണ്, രണ്ട് ചെറു നദികൾ കൂടി ചേർന്നിട്ട്, ഒന്ന് ചന്ദ്ര എന്നുള്ള നദിയും അടുത്തായിട്ട് ഭാഗ എന്നുള്ള നദിയും. അങ്ങനെയാണ് ബാരാലാച്ചില ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചിനാബ് നദിയുടെ ഉത്ഭവ സ്ഥലം ബാരാലാച്ചില ചുരമാണ്. അവിടേക്ക് വരുന്ന രണ്ട് നദികളാണ് ചന്ദ്രയും ഭാഗയും. അങ്ങനെ ഈ നദിയെ വിളിക്കുന്ന പേരാണെന്ത്? ചന്ദ്രഭാഗ. ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദി ചിനാബാണ്. അപ്പോൾ ചന്ദ്രഭാഗ എന്ന രണ്ട് അരുവികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിനാബാണ്. കിട്ടിയല്ലോ കണ്ടന്റ്. അടുത്ത കൺസെപ്റ്റ്, റോക്താങ് ചുരത്തിന് സമീപത്ത് നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പ്രധാന പോഷക നദികൾ ഏതെല്ലാം? അപ്പം റോക്താങ് ചുരമാണ്, ആ ഭാഗത്താണ് ഉത്ഭവിക്കേണ്ടത്. അപ്പൊ നോക്കാം നമുക്ക്. ചിനാബ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് ഞാൻ പറഞ്ഞു, ബാരാലാച്ചില ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ജലം നദി ഉത്ഭവിക്കുന്ന സ്ഥലം വെരിനാഗ് ഹിമാനിയാണ് കേട്ടോ. അതെന്തായാലും കട്ട് ചെയ്തു നമ്മൾ. നെക്സ്റ്റ് അടുത്ത നദി രവി ബിയാസ്. ഈ രണ്ട് നദികളാണ് ഹിമാചൽ പ്രദേശിലെ ആ റോക്താങ് ചുരത്തിന് സമീപത്ത് നിന്ന് ഉത്ഭവിക്കുന്നത്. റോക്താങ് ചുരം അല്ലെ, കുളു, മണാലി, സ്പിതി വാലി ഈ സ്ഥലങ്ങളൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഏതുള്ളത്? ഈ റോക്താങ് ചുരം ഉള്ളത്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണെങ്കിൽ രാവി ബിയാസ് എന്ന രീതിയിലാണ് പാഠപുസ്തകത്ത് പറയുന്നത്. രവിയും ബിയാസും. ഓക്കെ, RAVI എന്ന രീതിയിൽ പാഠപുസ്തകത്ത് പറയുന്നത് രാവി എന്നൊക്കെയാണ് കേട്ടോ. പക്ഷേ അടുത്ത സത്ലജിന്റെ ഉത്ഭവ സ്ഥലം എവിടെയാ അറിയാവോ? സത്ലജിന്റെ ഉത്ഭവ സ്ഥലം അങ്ങ് ടിബറ്റിൽ നിന്നാണ് അല്ലെ. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ഏത്? സത്ലജ്. ഓക്കെ, അതേപോലെ തന്നെ കോസി എന്ന് പറയുന്നത് എന്തല്ല? സിന്ധുവിന്റെ പോഷക നദി അല്ല എന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതേപോലെ തന്നെ ഷ്യോക്ക്, നുബ്ര. അപ്പം ആ നദികളൊന്നല്ല. ആൻസർ ആയിട്ട് നമുക്ക് ഏത് മനസ്സിലാക്കി വെച്ചോളണം? രവി ബിയാസ് നദികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആ രണ്ട് നദികളും ഉത്ഭവിക്കുന്നത് റോക്താങ് ചുരത്തിൽ നിന്നാണ്. കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ലാങ്ചൻ ഗംബാബ്. ലാങ്ചൻ ഗംബാബ് എന്ന പേരിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന നദി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ നദി തന്നെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലാങ്ചൻ ഗംബാബ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഏതാ ആൻസർ? അതാണ് സത്ലജ് നദി കേട്ടോ. സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള സത്ലജ് നദിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലാങ്ചൻ ഗംബാബ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അടുത്ത കാര്യം, ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനമായ ഹിമാനി ഏതാണ്? ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഒന്നാമതായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ചെമയുങ്തു ഹിമാനി. അത് ഏതിൻ്റെ ഉത്ഭവസ്ഥല? ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥല. ബോർഗാച്ചു ഹിമാനി അത് സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനമാണ്. ഇവിടെ ആൻസർ ആയിട്ട് ഗംഗയുടെ ഉത്ഭവസ്ഥലം എന്ന രീതിയിൽ ഏത് മനസ്സിലാക്കി വെക്കുക? ഗംഗോത്രി ഹിമാനി എന്ന രീതിയിൽ ഓർത്ത് വെച്ചുകൊള്ളാം. കിട്ടിയല്ലോ. ഇതാണ് ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട ആൻസർ. അതായത് ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥലമാണ് ഏത്? ഗംഗോത്രി ഹിമാനി. ചിലപ്പം അത് ഗോമുഖ് ഗുഹ എന്ന രീതിയിൽ കൊടുക്കട്ടോ. ഗോമുഖ് ഗുഹ അല്ലെങ്കിൽ ഗംഗോത്രി ഹിമാനി എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളണം. രണ്ട് സെയിം തന്നെയാണ്. ഓക്കെ, ഗംഗോത്രി ഹിമാനി അല്ലെങ്കിൽ ഗോമുഖ് ഗുഹ, ആ ഭാഗത്തു നിന്നാണ് ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥലം. കിട്ടി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേവപ്രയാഗിൽ വെച്ച് ഏതൊക്കെ നദികൾ സംഗമിക്കുമ്പോഴാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുന്നത്? അതായത് ഗംഗ ഉത്ഭവസ്ഥാനത്ത് ഇതാ ഈ രീതിയിൽ ഗംഗ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ സമയത്താണ് മറ്റൊരു നദി വന്നു ചേരുന്നത്. ആ നദിയും കൂടെ വന്നു ചേർന്നതിന് ശേഷമാണ് ഈ നദിക്ക് ഗംഗ എന്നുള്ള പേര് കിട്ടുന്നത്.
അതായത് ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്ന പേരാണ് ഭഗീരഥി. എന്താണ്? ഭഗീരഥി. ആ ഭഗീരഥി നദിയിലേക്ക് മറ്റൊരു നദി വന്നു ചേരുന്നു. ആ നദിയുടെ പേരാണ് അളകനന്ദ. അളകനന്ദ. ഈ ഭഗീരഥിയും അളകനന്ദയുടെയും കൂടിച്ചേരുന്ന ഈ സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ പേരാണ് എന്ത് മക്കളെ? ദേവപ്രയാഗ്. ഈ സ്ഥലത്തിന്റെ പേര് ദേവപ്രയാഗ്. ആ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഭഗീരഥി അളകനന്ദ നദികൾ കൂടിച്ചേരുന്നത്. അപ്പം ഗംഗയ്ക്ക് ആ പേര് കിട്ടുന്നത് എവിടുന്നാന്ന് മനസ്സിലാക്കി വെച്ചോളണം. ദേവപ്രയാഗിൽ നിന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് ദേവപ്രയാഗ് കേട്ടോ. അവിടെ നിന്നാണ് ഗംഗയ്ക്ക് ആ പേര് കിട്ടുന്നത്, ഗംഗ എന്നുള്ള പേര് കിട്ടുന്നത്. ഇവിടെ ചോദിച്ച കാര്യം എന്താ? ദേവപ്രയാഗിൽ വെച്ച് ഏതൊക്കെ നദികൾ സംഗമിക്കുമ്പോഴാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്? അപ്പൊ ഏതൊക്കെയാ? ഭഗീരഥിയും അളകനന്ദയും. ഓക്കെ, എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ രീതിയിലാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെയും പല പ്രയാഗുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദേവപ്രയാഗ് അല്ലാതെ വിഷ്ണുപ്രയാഗ്, കർണപ്രയാഗ്, നന്ദപ്രയാഗ്, രുദ്രപ്രയാഗ്, അങ്ങനെ കുറേ പ്രയാഗുകളുണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കിക്കൊള്ളണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ പറയുന്നു ദേവപ്രയാഗിൽ കൂടിച്ചേരും നദികള് അതാ ഏതൊക്കെ? ഭഗീരഥിയും അളകനന്ദയും. ക്ലിയർ? അടുത്ത കാര്യം, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഓരോ സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന നദികൾ നമ്മൾ ദുഃഖങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ബീഹാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നദിയാണ് ഇതിൻ്റെ അകത്തുള്ള കോസി നദി കേട്ടോ. ആൻസർ എന്ന് പറയുന്ന കോസി നദിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതാണ് ഏത്? കോസി നദി. ഇവിടെ ബംഗാളിന്റെ ദുഃഖമാണ് ദാമോദർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഒഡീഷയുടെ ദുഃഖമാണ് മഹാനദി. അതേപോലെ തന്നെ ആസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ഓക്കെ, ബ്രഹ്മപുത്ര നദിയിലെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആസമിന്റെ ദുഃഖമാണ് ഏത്? ബ്രഹ്മപുത്ര. അപ്പൊ ആസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആ നദി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആസമിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നുണ്ട്, ആസമിന്റെ ജീവരേഖയായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആസമിന്റെ ജീവരേഖ ആയാലും ആസമിന്റെ ദുഃഖം ആയാലും ഏത് തന്നെ? ബ്രഹ്മപുത്ര തന്നെ. അപ്പോൾ ഇവിടെ കിട്ടേണ്ട കാര്യം ഇതാണ്. ബീഹാറിന്റെ ദുഃഖമാണെങ്കിൽ അതാണ് കോസി. കിട്ടിയല്ലോ. അടുത്ത കാര്യം നോക്കി, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. ബംഗാളിന്റെ ദുഃഖമായിട്ട് മാറുന്ന ആരാ? ദാമോദർ നദിയാണ്. ഹൂഗ്ലി നദി എന്ന് പറയുന്ന നദിയിലേക്കാണ് ഏതെത്തിച്ചേരുന്നത്? ദാമോദർ നദി എത്തിച്ചേരുന്നത്. അതായത് ഗംഗ ഒഴുകി പോകുന്ന സമയത്ത് ഗംഗയിൽ നിന്ന് പിരിയുന്ന ഒരു കൈവഴിയാണ് ഹൂഗ്ലി. ആ ഹൂഗ്ലിയിലേക്ക് വന്നു ചേരുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് ദാമോദർ. ആ ദാമോദർ നദി കൂടിച്ചേരുന്നത് ഇവിടെ ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ വെച്ചിട്ടാണ്. ആ വെസ്റ്റ് ബംഗാളിൽ ഈ ഗംഗയിലെ അല്ലെങ്കിൽ ഹൂഗ്ലിയിലെ വെള്ളവും ദാമോദറിലെ വെള്ളവും കൂടി എത്തിച്ചേരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗാളിന്റെ ദുഃഖമായിട്ട് ആര് മാറുന്നുണ്ട്? അത് ദാമോദർ മാറുന്നുണ്ട്. ഓർത്ത് വെക്കുക, ഹൂഗ്ലി നദിയിലേക്കാണ് ദാമോദർ നദി വന്നു ചേരുന്നത്. ടീഷ എന്ന് പറയുന്നത് സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ്. ഓക്കെ, അതേപോലെ തന്നെ റാഞ്ചി ഏത് നദിക്കരയിലാണ് എന്ന രീതി ചോദിക്കാറുണ്ട്. അതാണ് സുവർണരേഖ നദിക്കരയിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളണം. നെക്സ്റ്റ് അടുത്ത കാര്യം, ചമ്പൽ നദി സൃഷ്ടിക്കുന്ന സവിശേഷമായ ഭൂപ്രകൃതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് നമുക്ക് അധികം പരിചിതമല്ലാത്ത പേരുകളൊക്കെയാണ്. വിതരണികൾ, കേദാരങ്ങൾ, ഗിരിസന്ധികൾ, മിയാൻഡറുകൾ എന്ന രീതിയിലൊക്കെയാണ്. അതിൽ ഗിരിസന്ധികൾ എന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വന്നു അല്ലേ. അതേപോലെ തന്നെ അടുത്ത കാര്യം മിയാൻഡറുകൾ, നദികൾ വളഞ്ഞു പുളഞ്ഞൊഴുകുമ്പോൾ ഇതാ ഈ രീതിയിലുള്ള വളവുകളെ, വലയങ്ങളെ, നദീമുഖത്ത് കാണപ്പെടുന്ന ആ വളവുകളെ, വലയങ്ങളൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? മിയാൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതാണ് കേദാരങ്ങൾ. നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റുന്നതാണ് കേദാരങ്ങൾ. കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ ആ ഗിരികന്ധരങ്ങൾ തന്നെയാണ് എന്ത് പറയുന്നത്? കേദാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. ചമ്പൽ നദി സൃഷ്ടിക്കുന്ന സവിശേഷമായ ഭൂപ്രകൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേദാരങ്ങളാണ്. ഏകദേശം അത് ഗിരികന്ധരങ്ങളോട് സാമ്യമായിട്ടുള്ളതാണ്. ഗിരികന്ധരങ്ങൾക്ക് കുറച്ചുകൂടി വീതിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് കേദാരങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. പാറക്കെട്ടുകൾക്കിടയിലൂടെ ആ നദിയൊക്കെ ഒഴുകുന്നതിനാണ് ആ രീതിയിൽ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ടേമായിട്ട് റാവിൻസ് എന്ന രീതിയിലും ബാഡ്ലാൻഡ് എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം കിട്ടേണ്ട കാര്യം അതിൻ്റെ പേരെന്താ? കേദാരങ്ങൾ. ഇതാണ് കേദാരങ്ങൾ. കിട്ടിയല്ലോ. ആ പിക്ചർ ഇങ്ങനെയാണ്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു നദിയിലൂടെ ഒരു നിശ്ചിത സമയത്ത് ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻസ് ഏകദേശം ഒരേപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ക്യൂസെക്സ്, നോട്ട്സ്, പാസ്കൽ, ഹെക്ടർ.
ഓക്കെ, സംശയം ഉണ്ടാവരുത്. ഇതിൻ്റെ അകത്ത് ഒരു ആൻസറാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതാണ് ഇത് ക്യൂസെക്സ്. ഇതാണ് ക്യൂസെക്സ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാറുണ്ട്, ക്യൂമെക്സ് എന്ന രീതിയിൽ പറയാറുണ്ട് കേട്ടോ. അപ്പം കൃത്യമായിട്ട് പാഠപുസ്തകത്തിലെ ഓരോ കണ്ടന്റ് ഇങ്ങനെ കീറി മുറിച്ച് നമ്മൾ നോക്കുകയാണ്. കൃത്യമായിട്ട് ആ രീതിയിൽ ഓരോ പോയിന്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പോയിക്കൊള്ളുക. അടുത്ത പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ഇനിയുള്ള പരീക്ഷകളിൽ PSC ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ NCERT ഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള മാർക്ക് നഷ്ടപ്പെടരുത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.